രാജ്കുമാർ, നമുക്ക് മിഥുൻ്റെ വിയോഗം അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് എന്നും ഉള്ളിൽ അങ്ങനെ വേദനയായി തന്നെ നിൽക്കും. പക്ഷെ അപ്പോഴും ഒരു ആശ്വാസം, ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ കുടുംബത്തെ സർക്കാർ ചേർത്ത് നിർത്തുന്നു, ആ കുടുംബത്തിന് പുതിയൊരു വീട് നിർമ്മിച്ച് നൽകുന്നു എന്നുള്ളതൊക്കെയാണ്. എങ്ങനെയാണ് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു? താക്കോൽദാനം ഈ മാസം തന്നെ ഉണ്ടായേക്കും അല്ലേ? അതാണ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ പ്രേക്ഷകരൊന്നാകെ കാത്തിരിക്കുന്നത് ആ വീടൊന്ന് കാണിക്കൂ എന്നുള്ള ആ ഒരൊറ്റ ഇത് മനസ്സിൽ തോന്നലുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ആ വീട് കാണിക്കാം. ഇത് നമ്മുടെ മിഥുൻ്റെ ആ പഴയ വീട് നിന്ന സ്ഥലത്ത് ഇപ്പോൾ ഇത്ര മനോഹരമായി 20 ലക്ഷം രൂപ ചെലവിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിൽ ഇടപെട്ടിരുന്നു. മന്ത്രി KN ബാലഗോപാൽ ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചിരുന്നു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അവരുടെ ഫണ്ടിൽ നിന്ന് അവരുടെ കൂടി നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മനോഹരമായ ഒരു വീട് അത് ഈ മാസം, ഇപ്പോൾ ഭദ്ര പറഞ്ഞ പോലെ ഈ മാസം 24-ാം തീയതി ഇതിൻ്റെ താക്കോൽ കൈമാറാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മിഥുൻ്റെ കുടുംബവും എല്ലാവരും ഇപ്പോൾ ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശം ഒന്നുകൂടി നമുക്കൊന്ന് കാണിച്ചിട്ട് വരാം. അതൊന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ പറഞ്ഞ ജൂലൈ 17-ാം തീയതി ആയിരുന്നു ദാരുണമായ അന്ത്യം. ഇതിൽ ഒരിക്കലും നമുക്ക് അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറ്റ് എന്നേ അത് പറയാൻ പറ്റൂ. ഒരു കുഞ്ഞു മനസ്സിന് ഒരു തോന്നിയ ഒരു അബദ്ധം. പക്ഷേ അവിടെ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടായി. അതിൻ്റെ സ്കൂളിൻ്റെ ഗേറ്റ് അവിടെ വെളിയിൽ ഉണ്ടായിരുന്ന ഷെഡിൻ്റെ മുകളിലുള്ള വൈദ്യുതി ലൈൻ, അതൊരു അപകടം പിടിച്ച വൈദ്യുതി ലൈൻ തന്നെയായിരുന്നു. അത് മാറ്റാൻ പറ്റാതെ പോയത്, അല്ലെങ്കിൽ അക്കാര്യത്തിലൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും അതിൽ സർക്കാർ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിച്ചു. പോലീസ് കേസെടുത്തിരുന്നു. അതെല്ലാം അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പലർക്കെതിരെ നടപടിയൊക്കെ എടുക്കുകയും ചെയ്തു. ഇപ്പോൾ അന്ന് തന്നെ ഇതിൻ്റെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ തറക്കല്ലിട്ടത്. വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനത്തെ തുടർന്ന് ഇവിടെ ഈ അസ്ഥിവാരം ഒക്കെ റെഡി, ഇതിൻ്റെ മാനം തോണ്ടി ആ തറക്കല്ലിട്ടത് ഈ പറയുന്ന കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 10-ാം തീയതി ആയിരുന്നു. ഇപ്പോൾ കൃത്യം ഒരു 5 മാസം പിന്നിടുമ്പോൾ വീടിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഏതാണ്ട് ഒരു 95% പൂർത്തീകരിച്ചു. ഇനി ഒന്നുമില്ല, ഇതൊന്ന് വൃത്തിയാക്കി ചില സ്ഥലങ്ങളിൽ ഇച്ചിരി സ്ഥലങ്ങളിൽ പെയിൻറ്റിങ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. സുജ, നമ്മുടെ മിഥുൻ്റെ അമ്മ എടുത്തു. സുജയ്, ഇപ്പോൾ നമുക്ക് മിഥുനെ നഷ്ടപ്പെട്ടു. ഗവൺമെൻറ് പക്ഷേ നിങ്ങളുടെ കുടുംബത്തെ ഒപ്പം നിൽക്കുകയും നിങ്ങൾക്ക് വേണ്ടുന്ന ഒരാശ്വാസം ഒക്കെ പകരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രഖ്യാപിച്ച വീടും ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. അത് അച്ഛൻ മനുവും ഉണ്ട്. എന്താ സുജയ്ക്ക് ജനങ്ങളോട് പറയാനുള്ളത്? കൃത്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നിനൊരു മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഒരു കാര്യത്തിലൊരു മാറ്റങ്ങളും വന്നിട്ടില്ല. കൃത്യമായിട്ട് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു കുറവും വരുത്താതെ നോക്കുന്നുണ്ട്. വീടിൻ്റെ പേരെന്താ സുജ? മിഥുനം. മിഥുനം എന്നുള്ള പേര് തന്നെ. മറ്റെന്താ പറയാനുള്ളത്? മറ്റെന്താ പറയാം, 6 മാസത്തിനുള്ളിൽ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അത് ചെയ്തിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചു. മോനെ, വീട് ഇഷ്ടപ്പെട്ടോ? ഇത് മിഥുൻ്റെ അനിയനാണ് കേട്ടോ. വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇതിപ്പോൾ വാർഡ് മെമ്പർ, ഇത് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഒരു അനുഭവം? നമ്മൾ ശരിക്കും നമുക്ക് നമ്മുടെ മനസ്സിനെയും നാടിനെയും എല്ലാം ഒന്നാകെ ദുഃഖത്തിലാക്കിയ സംഭവമായിരുന്നു. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പും കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും മിഥുൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെ ആയിരുന്നു ഒരു വീടെന്ന് പറഞ്ഞ സ്വപ്നം. അത് സാക്ഷാത്കരിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും വളരെ കൃത്യതയോടുകൂടി തന്നെ അത് ഈ 6 മാസം എന്ന് പറഞ്ഞത് 5 മാസം, നാളെ ആകുമ്പോൾ ഏകദേശം 5 മാസമാവുകയാണ്. തറക്കല്ലിടതിന് ശേഷം 5 മാസമാവുകയാണ്. ഈ വീടിൻ്റെ 95% പണികൾ പൂർത്തീകരിച്ചു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഏറ്റെടുത്ത ആ ഏജൻസിയും ബിൽഡേഴ്സൊന്നും അവരും പൂർണ്ണമായി ഇത് പൂർത്തീകരിക്കുവാൻ അതിനൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്.
തീർച്ചയായിട്ടും അതിന് സംസ്ഥാന ഗവൺമെൻറ്റിനും വിദ്യാഭ്യാസ വകുപ്പിനും ബന്ധപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ നന്ദിയും കടപ്പാടുമുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. അത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മിഥുൻ്റെ വേർപാടോടുകൂടി ഉണ്ടായത്. പക്ഷേ ആപത്തുകൾ ഉണ്ടാകാവുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആപത്തുകളിൽ പെടുന്ന ആളുകളെ എങ്ങനെ ഒരു ഭരണകൂടം ചേർത്ത് നിർത്തും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മിഥുൻ്റെ കുടുംബത്തോട് കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. ജൂലൈ 17-നായിരുന്നു നമുക്കേറെ നടുക്കമുണ്ടാക്കിയ ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടലാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇനി ഇങ്ങനെയൊരു മിഥുന്മാരെ ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിലാണ് സർക്കാർ ഇടപെട്ടത്. അതിനെ തുടർന്ന് ആ കുടുംബത്തെ ചേർത്ത് നിർത്താനുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മ വിദേശത്ത് ജോലി ചെയ്തിരുന്ന അമ്മ തിരിച്ച് വരികയും മിഥുനില്ലാതെ ഇനി മടങ്ങിപ്പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ സർക്കാരിനോട് അന്ന് ആവശ്യപ്പെട്ടത് മിഥുൻ്റെ കുടുംബത്തിന് അമ്മയ്ക്ക് ചെറിയ തൊഴിൽ നൽകണമെന്നുള്ളതാണ്. അത് ഒഴിച്ചാൽ ബാക്കി എല്ലാം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. 6 മാസം കൊണ്ട് വീട് പൂർത്തീകരിക്കുമെന്നാണ് തറക്കല്ലിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അത് 5 മാസം കൊണ്ട് പൂർത്തീകരിച്ച് നൽകാൻ കഴിഞ്ഞു. കുടുംബത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സഹായങ്ങൾ മുഴുവൻ കൊടുക്കുമെന്ന് പറഞ്ഞത് മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം. മകനെ നഷ്ടപ്പെടുകയും വീടുൾപ്പെടെയുള്ളത് താറുമാറായി കിടക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയും വിഷമവും വളരെ കൂടുതലായിരിക്കും. അത് പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ കൃത്യമായി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തീകരിച്ചു. ധനകാര്യമന്ത്രി 2-3 പ്രാവശ്യം ഇത് സംബന്ധിച്ച് ഇവിടെ സന്ദർശനം നടത്തുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ആലോചിക്കുമ്പോൾ വയനാടടക്കം 100 കണക്കിന് ആളുകൾ മരണപ്പെട്ട അവിടെ പലരും വാഗ്ദാനം ചെയ്തതല്ലാതെ യാതൊന്നും നൽകിയില്ല എന്നുള്ളത് വാർത്തയായി നിലനിൽക്കുമ്പോഴാണ് അവിടെയും സംസ്ഥാന സർക്കാർ എന്തു പറഞ്ഞു അതെല്ലാം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. കേരളത്തിലെ സർക്കാർ പറയുന്നത് ചെയ്തിരിക്കും, അത് സമയബന്ധിതമായി അതിനു മുമ്പോ പൂർത്തീകരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മിഥുൻ്റെ കുടുംബത്തോട് ഈ സർക്കാർ കാട്ടിയിരിക്കുന്ന നീതി. ആ നീതി ആണ് 24-ാം തീയതി ജനുവരി 24-ാം തീയതി തറക്കല്ലിട്ട മന്ത്രി തന്നെ താക്കോൽ കൈമാറിക്കൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നത്. മിഥുൻ്റെ മരണം നമ്മുടെ നാടെങ്ങും ഒരു ദുഃഖമായിരുന്നു. മിഥുൻ്റെ ആഗ്രഹമായിരുന്നു മിഥുനൊരു വീട്. അത് 6 മാസം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ വീട് നമ്മുടെ സർക്കാർ 5 മാസം കൊണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൽ വളരെയേറെ സന്തോഷം. നമ്മുടെ LDF സർക്കാർ പറഞ്ഞ കാര്യം അതേ കണക്ക് ചെയ്തിട്ടുണ്ട്. 6 മാസം കൊണ്ട് വീട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് 5 മാസം കൊണ്ട് വീട് പൂർത്തീകരിച്ച്. ഇനി സുജയ്ക്കൊരു തൊഴിൽ, അതും വാഗ്ദാനത്തിലുള്ളതാണ്, അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സർക്കാർ നൽകിയ വാഗ്ദാനം 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നതായിരുന്നു. അത് 5 മാസം കൊണ്ട് പൂർത്തീകരിച്ചത് സർക്കാരിന് എല്ലാവിധ നന്ദിയും. ഭദ്ര, എന്താ പറയാനുണ്ട്? ഇപ്പോൾ ഒരു മിഥുൻ്റെ, നിങ്ങളെല്ലാം മിഥുനെ അത്രയേറെ സ്നേഹിച്ചിരുന്ന മനുഷ്യരാണ്. അപ്പോൾ മിഥുൻ്റെ നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ മിഥുൻ്റെ കുടുംബത്തോടുള്ള ഒരു നീതി, അത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ് ഈ വീട്. ഇതിപ്പോൾ യാഥാർത്ഥ്യമായി. നിങ്ങൾ ഓരോ ഇതിൻ്റെ കല്ല് വെക്കുന്ന മുതൽ ഇതെല്ലാം വളരെ ഇതോട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഗവൺമെൻറ് പറഞ്ഞതുപോലെ നമുക്കെല്ലാം തന്നിട്ടുണ്ട്. മിഥുനൊന്നും അനുഭവിക്കാനുള്ള ഇത് പറ്റിയിട്ടില്ല. ബാക്കി അവനെല്ലാം അവൻ്റെ വീട്ടുകാർക്കെല്ലാം കൊടുത്തിട്ട് പോയി. അവനൊരു സ്വപ്നമായിരുന്നു വീടെന്നല്ല, അവൻ്റെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നല്ലോ. സ്വപ്നമായിരുന്നു വീട്. അവൻ ഭിത്തിയിലൊക്കെ ചിത്രം വരച്ച് വെച്ചിരുന്നല്ലോ വീടും, അല്ലേ? ഭദ്ര, ഇനി നമ്മുടെ മിഥുൻ ഇപ്പോൾ മിഥുൻ്റെ ഇവിടെ ഒരു ഇതുണ്ട്, അവൻ അന്തി ഉറങ്ങുന്ന സ്ഥലം കൂടി നമുക്കൊന്ന് കാണാം. അതുകൂടി ഇല്ലെങ്കിൽ പിന്നെ ഈ വീട് കൊണ്ട് യാതൊരു അർത്ഥമില്ല. ഈ മിഥുനം എന്ന് പറയുന്ന ഈ വീട് അവൻ്റെ കൂടി സ്വപ്നമായിരുന്നു.
അവന് ഈ ഭിത്തിയിൽ, അന്നത്തെ ആ ഭിത്തിയിൽ നമ്മളത് വാർത്തയാക്കിയിരുന്നതാണ്, ചിത്രങ്ങൾ കോറിയിട്ടിരുന്നു അവനെ കൊണ്ടാവുന്ന വിധത്തിൽ. അതിലൊരു കുഞ്ഞു വീടും അവൻ്റെ അനിയൻ, അച്ഛൻ, അമ്മ, ആ ചിത്രങ്ങളൊക്കെ അവർ ഇങ്ങനെ സാധാരണ സ്കെച്ച് പോലെ വരച്ച് അവനത് സൂക്ഷിച്ചിരുന്നു. അതൊക്കെ നമുക്കേറെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. അവൻ്റെ ബുക്കുകളിലും മറ്റും ധാരാളം ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ ഇതാണ് മിഥുനിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അവനതെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ ഇപ്പോൾ അവരുടെ ബന്ധു പറഞ്ഞതുപോലെ ഇതൊന്നും കാണാൻ അവന് എല്ലാം കൊടുത്തിട്ട്, വീട്ടുകാർക്ക് കൊടുത്തിട്ട് അവൻ പോയിരിക്കുന്നു എന്ന് പറയുന്ന ആ വാചകം നമ്മൾ ശരിക്കും ഹൃദയസ്പൃക്കാണ്. നമുക്കൊരുപാട് അത് നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ്. ഭദ്ര. തീർച്ചയായും രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ ആ ചിത്രം അത് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. മിഥുൻ ആ കുട്ടി വരച്ച ചിത്രമൊക്കെ അന്ന് രാജ്കുമാർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്ന മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു മിഥുൻ. എന്തായാലും ഒരു പക്ഷേ ചില ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ വലിയൊരു സന്തോഷത്തിലേക്കായിരിക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിവിടെ പറയുന്നതിൽ തെറ്റുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിരുന്നാൽ പോലും മിഥുൻ മരിച്ചത് നമുക്ക് ഇപ്പോഴും ഉള്ളിൽ അങ്ങനെ തേങ്ങലായി തന്നെ നിൽക്കുമ്പോഴും ആ കുടുംബത്തിൻ്റെ സന്തോഷം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സർക്കാർ അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അനിയന് പക്ഷേ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. ഈ പുതിയ വീട് ലഭിക്കുന്നതിൻ്റെ സന്തോഷമാകണം ആ കുട്ടിയുടെ മുഖത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമ്മയ്ക്കൊന്നും പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല രാജ്കുമാർ. കാരണം മകൻ നഷ്ടപ്പെട്ട ആ ഒരു വേദന അതെന്തായാലും ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു വേദന തന്നെയാണ്. തിരിച്ചു കിട്ടാത്ത ഒരു കാര്യം തന്നെയാണ് മിഥുൻ എന്നുള്ളത്. ആ ഒരു വേദന അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാനും കഴിയുന്നുണ്ട്. അതെ, നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടാൽ എന്താണോ ആ വേദന കേരളത്തിനുണ്ടായിരുന്നു. അന്നത്തെ ദിവസം കേരളം മുഴുവനും തേങ്ങിയ ഒരു സംഭവം കൂടിയായിരുന്നു. അതിദാരുണമായി മരണത്തെ വരിക്കുന്നത് പോലെ അവൻ കാലൊന്ന് സ്ലിപ്പായപ്പോൾ കയറി പിടിച്ചത് ഈ വൈദ്യുതി കമ്പിയിൽ. അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ അന്ന് പുറത്തു വന്നിരുന്നല്ലോ. പക്ഷേ അതിൽ പല തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചെങ്കിലും അതിനി പരിഹരിക്കുക. അതാ നേരത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്, ആ ഒരു സംഭവത്തോടു കൂടി അതുപോലെയുള്ള ഏതെങ്കിലും ഒരു അപകടം, മറ്റേതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുഴുവനും തീർത്തും അത് ഇല്ലാതാക്കുന്നതിനുള്ള നടപടി വിദ്യാഭ്യാസ വകുപ്പ് അന്നേ തുടങ്ങിയിരുന്നു. പല ഉദ്യോഗസ്ഥർക്കും അതിൽ നടപടികൾ നേരിടേണ്ടി വന്നു. പല സ്കൂളുകളിലും അത് സംബന്ധിച്ച ഒരു സുരക്ഷാ ഓഡിറ്റിങ് ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ നഷ്ടം അത് വലിയ നഷ്ടമാണ്. പക്ഷെ അതേസമയം ആ കുടുംബത്തിന് അതിന് പകരമായിട്ടൊന്നും നൽകാൻ കഴിയില്ലെങ്കിൽ പോലും മിഥുൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ്, സംസ്ഥാന ഗവൺമെൻറ് 20 ലക്ഷം രൂപ ചെലവിലാണ് ഈ വീട് വെച്ച് നൽകിയത്. അതിൻ്റെ നമുക്കും അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വയനാട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പലരും പ്രഖ്യാപനങ്ങൾ നടത്തി പോയതല്ലാതെ ഒന്നും കണ്ടില്ല. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ആയാലും അത് ഇടതുപക്ഷ ഇതിൽ ഘടകകക്ഷികളായാലും പാർട്ടികളായാലും ശരി തന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനും അത് ഫോളോ അപ്പ് ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിലും ഒരു തരത്തിലുമുള്ള വീഴ്ചകൾ വരുത്താതെ ജനങ്ങളെ ഭയക്കുന്ന ഒരു മുന്നണി, ജനങ്ങളെ അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന നിലയിലാണ് ഇതിൻ്റെ ഭരണവും മറ്റും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ മിഥുൻ്റെ ഈ ഭവനം. ഇപ്പോൾ അത് മിഥുനം എന്ന് പറയുന്ന വീട് പൂർത്തീകരിച്ചതും ഇനി താമസിയാതെ അത് 24-ാം തീയതി ഈ വീടിൻ്റെ താക്കോൽ കൈമാറും. അതിൻ്റെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച് ഇനി സ്വാഗത സംഘ രൂപീകരണം ഉൾപ്പെടെ ഇനി വരാനുണ്ട്. അത് നടക്കും താമസിയാതെ.